നമസ്കാരം. ഒടുവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നിർണായകമായ ധാതു ഖനനം സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതാണ് റിപ്പോർട്ട്. അമേരിക്കയ്ക്ക് യുദ്ധച്ചെലവ് കൈമാറുന്നതിന് വേണ്ടിയാണ് സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ ചെന്ന് സെലൻസ്കി കരാറിൽ ഒപ്പിടും. ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ യുക്രൈന് നൽകിയ സൈനിക സഹായത്തിന്റെ ചെലവ് മടക്കി നൽകുന്നതിനായിട്ടാണ് സെലൻസ്കി ഇപ്പോൾ കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതരായിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത്. കരാറിലെ കരട് വ്യവസ്ഥകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. യുക്രൈന്റെ ധാതു സമ്പത്തിന്റെ $500 ബില്യൺ അവകാശമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സെലൻസ്കി അന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ സുപ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ 34 ധാതുക്കളിൽ 22 എണ്ണത്തിന്റെയും വൻതോതിലുള്ള നിക്ഷേപം യുക്രൈനിലുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ കരുതൽ ശേഖരവും യുക്രൈനുണ്ട്. കരാറിൽ ഒപ്പിടുന്നതിനായി സെലൻസ്കി വെള്ളിയാഴ്ച അമേരിക്കയിലേക്ക് വരുന്ന കാര്യം ട്രംപ് തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. യുക്രൈനിലെ ഉന്നത വൃത്തങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാറിന്റെ ഭാഗമായി യുക്രൈന് അമേരിക്ക നൽകുന്ന സൈനിക സഹായം തുടരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എങ്കിലും അതിന് സാധ്യത കുറവാണ് എന്നതാണ് സൂചന. ബൈഡൻ സർക്കാർ യുക്രൈന് സൈനിക സഹായം നൽകിയില്ലായിരുന്നുവെങ്കിൽ യുദ്ധം വളരെ നേരത്തെ തന്നെ അവസാനിക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അതേസമയം യുദ്ധത്തിനിടെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള അപൂർവ ധാതു ശേഖരം അമേരിക്കയ്ക്ക് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചതായിട്ടും സൂചനയുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതാണ് ഓഫർ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി യുക്രൈനിലെ ധാതു നിക്ഷേപത്തിൽ അവകാശം വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അസാധാരണമായ ഈ വാഗ്ദാനം റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് പ്രസിഡന്റ് പുടിൻ പുതിയ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതു ഖനന കരാർ യാഥാർത്ഥ്യമായാലും അത് റഷ്യയ്ക്കൊരു ഭീഷണിയാകില്ലെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. യുക്രൈന്റെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ അപൂർവ ധാതുക്കളുടെ ശേഖരം റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈനിൽ നിന്ന് കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. സൈബീരിയയിലെ ക്രാസ്നോയാസ്കിൽ സംയുക്തമായി അലൂമിനിയം ഉൽപാദനം നടത്താമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. യുക്രൈൻ സമൂഹത്തിലെ ഒരു വിഷബാധയുള്ള വ്യക്തിയാണ് യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി എന്ന് ആരോപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുകയും ചെയ്തു. റഷ്യ 1 ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. അവ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ യുക്തിരഹിതമായിട്ടുള്ള ഉത്തരവുകൾ ന്യായീകരിക്കാനാകാത്ത വിധം വലിയ നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് കൂടി പുടിൻ പറഞ്ഞു. പ്രസിഡന്റ് കാലാവധി അവസാനിച്ച സെലൻസ്കി പുതിയ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചാൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യതയില്ലെന്നും പുടിൻ പറഞ്ഞു. സെലൻസ്കിയുടെ ജനപ്രീതി തകർന്നുവെന്നും അധികാരത്തിലുള്ള തന്റെ പിടി നിലനിർത്താൻ റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ അദ്ദേഹം ഒഴിവാക്കുകയാണെന്നും പുടിൻ ചൂണ്ടിക്കാണിക്കുന്നു. യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾ ആരംഭിച്ചാൽ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ യുക്രൈനിലെ പട്ടാള നിയമം പിൻവലിക്കുന്നതിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ യുക്രൈൻ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും പുടിൻ എടുത്തു പറഞ്ഞു. മാത്രമല്ല, യുക്രൈനെ സ്ഥിരപ്പെടുത്തുന്നതിനും സമാധാന കരാർ ഉറപ്പിക്കുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ ഒരു തടസ്സമായി കാണുന്നുവെന്ന് കൂടി പുടിൻ പറഞ്ഞു വെക്കുന്നു. യുക്രൈനിലെ ജനങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനും യുക്രൈൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും അഭിമുഖത്തിൽ സംസാരിക്കവേ പുടിൻ അഭിപ്രായപ്പെട്ടിരുന്നു. നന്ദി.